ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ. എന്നാൽ അപകടനില തരണം ചെയ്തിട്ടില്ല. ഒരാഴ്ച കൂടി മാർപ്പാപ്പ ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി വിശ്വനാഥൻ ചേരുന്നുണ്ട്. അശ്വതി, എന്താണെങ്കിലും നേരിയ പുരോഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ ആശ്വാസജനകമാണ്. എന്നാൽ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഏറ്റവും പുതുതായി വത്തിക്കാനിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ? നേരിയ പുരോഗതിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വത്തിക്കാൻ അറിയിച്ചിരുന്നു. വത്തിക്കാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ ഡോക്ടർമാർ വിശദമാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വത്തിക്കാൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മാർപ്പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ലെന്നാണ് വത്തിക്കാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് ശ്വാസമുട്ടലുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ശ്വാസമുട്ടുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആരോഗ്യനില പൂർണ്ണമായി മെച്ചപ്പെടുന്നത് വരെ ഏകദേശം ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ പനി പൂർണ്ണമായി ഭേദമായെന്നും ശ്വാസകോശ അണുബാധ കുറഞ്ഞെന്നുമുള്ള വാർത്തകൾ വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. 88-കാരനായിട്ടുള്ള മാർപ്പാപ്പയെ കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്നാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14-ന് അദ്ദേഹത്തെ റോമിലെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത്. ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ ഉണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ഇപ്പോഴും ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. സംഗീത. ശരി അശ്വതി.